നാട്ടിൽ നിന്ന് ബാംഗ്ലൂർക്ക് എത്താൻ കാറിലാണ് ഞങ്ങൾ പോയത്. പോകുന്ന വഴിക്ക് എന്തൊക്കെ കഴിച്ചു എന്തൊക്കെ കണ്ടു എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. നിലമ്പൂർ എത്തിയപ്പോൾ ഞങ്ങൾ പൈനാപ്പിൾ ഉപ്പിലിട്ടത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. എരിവും പുളിയും മധുരമൊക്കെ വെച്ചിട്ട് ഒരു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പൈനാപ്പിൾ കഴിഞ്ഞപ്പോൾ ഇതിന്റെ കൂടെ കിട്ടിയ മുളക് വെള്ളം ഞാൻ വെറുതെ കുടിച്ചോണ്ടിരിക്കുക. അതൊന്നും കുടിക്കാൻ പാടില്ല പറഞ്ഞിട്ട് ഒരു ദുഷ്ടൻ അത് വലിച്ചെറിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ചുരം കയറാൻ തുടങ്ങി. ചുരത്തിൽ കൂടെ പോകുമ്പോൾ എനിക്ക് തല കറങ്ങും. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കുറച്ചോണ്ടിരിക്കും. അതുകൊണ്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചിപ്സ് എടുത്ത് കഴിച്ചു. പിന്നെ റിസർവ് ഫോറസ്റ്റ് എത്തുന്നതിന് മുന്നേ ഞങ്ങൾ ഒരു സ്പ്രൈറ്റ് കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെ പിന്നെ പ്ലാസ്റ്റിക് ഒന്നും അലൗഡ് അല്ലാത്തതുകൊണ്ട് ടിന്നിലുള്ള ഐറ്റംസ് അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതാണ് മുതുമലൈ ടൈഗർ റിസർവിലുള്ള എൻട്രി. ഇവിടെ വെച്ച് ഞങ്ങൾക്ക് ഒരു ചെറിയൊരു പണി കിട്ടി. ഈ റിസർവ് ഫോറസ്റ്റിന് തൊട്ട് മുന്നിലുള്ള കടയിൽ നിന്നായിരുന്നു ഞങ്ങൾ ഈ സ്പ്രൈറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പ്ലാസ്റ്റിക് മാത്രമല്ല, ഈ ടിന്നും അവിടേക്ക് അലൗഡ് അല്ലായിരുന്നു. അതുകൊണ്ട് വാങ്ങിയ സ്പ്രൈറ്റ് മുഴുവൻ അവിടെ വെച്ച് കുടിച്ചിട്ട് അതിന്റെ ടിന്നും കളയാതെ ഞങ്ങൾ അകത്തേക്ക് വിട്ടു. ഞാനാണെങ്കിൽ അത് കുടിച്ചിട്ട് ഇങ്ങനെ ആസ്വദിച്ച് പോകാന്ന് വിചാരിച്ചതായിരുന്നു. അങ്ങനെ ഞങ്ങൾ എങ്ങനെയോ അത് ഫുള്ളും കഷ്ടപ്പെട്ട് കുടിച്ചിട്ട് ടിന്നും കളഞ്ഞിട്ടാണ് അകത്തേക്ക് പോയത്. പോകുന്ന വഴിയിൽ നിറയെ കണിക്കൊന്ന പൂത്ത് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇപ്രാവശ്യത്തെ വിഷു എന്തായാലും നാട്ടിൽ വന്ന് ആഘോഷിക്കാൻ പറ്റില്ല. അത് ബാംഗ്ലൂർ വെച്ച് തന്നെ ആയിരിക്കും. നാട്ടിലില്ല വെച്ചിട്ട് വിഷു കഴിഞ്ഞിട്ടൊക്കെ ജീപേ വഴി സ്വീകരിക്കുന്നതായിരിക്കും. അങ്ങനെ ഞങ്ങൾ തമിഴ്നാട് കഴിഞ്ഞു. ഇനി നേരെ കർണാടകയിലേക്ക്. തമിഴ്നാട്ടിലും കേരളത്തിലും ഇലക്ഷൻ ആയതുകൊണ്ട് നല്ല ചെക്കിങ്ങും ഉണ്ട് കേട്ടോ. കാടെല്ലാം കഴിഞ്ഞിട്ട് ഒരു 2 മണിയോട് കൂടിയാണ് ഉച്ചഭക്ഷണം കിട്ടിയത്. ഒരു ചിക്കൻ ബിരിയാണിയും ഒരു ഊണുമാണ് ഞങ്ങൾ വാങ്ങിയത്. LPG ഷോർട്ടേജ് ഉള്ളതുകൊണ്ട് പല ഹോട്ടലുകളും അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഇത് കിട്ടിയത് തന്നെ മഹാഭാഗ്യം. അങ്ങനെ ഞങ്ങൾ മൈസൂർ ഹൈവേയിൽ എത്തി. അപ്പോഴേക്കും ചായ കുടിക്കാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. ചായ ഒരു സിപ്പ് എടുത്തതേ എനിക്ക് ഓർമ്മയുള്ളൂ. അത്രയും നേരം ഇല്ലാത്ത മൈഗ്രേ എവിടുന്നൊക്കെയോ വന്നു. ഇത് ചായ എന്നല്ല, പഞ്ചസാര പാനിയാണ്. എന്റെ ചായയും കൂടി രാകേഷിന് കുടിക്കേണ്ടി വന്നു. അതിന് പകരമായിട്ട് എനിക്കൊരു 7-Up വാങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഇറങ്ങിപ്പോയി. പിന്നെ എണീറ്റത് ഏതോ പച്ചക്കറി മാർക്കറ്റിൽ നിന്ന് വന്ന സ്മെൽ അടിച്ചിട്ടാണ്. രാവിലെ 9:30 തിരിച്ച ഞങ്ങൾ വൈകിട്ട് 6:30 വീട്ടിലെത്തി. ഇനിയിപ്പോ റെസ്റ്റ് എടുക്കണം. അപ്പൊ അത്രേ ഉള്ളൂ. ടാറ്റാ.